ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു മിനി ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എടപ്പാളിലെ പരാഗ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഇവിടെ മെറ്റീരിയൽസിൻ്റെ ഒരു വാസ്റ്റ് കളക്ഷൻസ് ആണ് ഉള്ളത്. മെറ്റീരിയൽസ് എടുത്ത് തയ്പ്പിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ വരാറുള്ളത്. ഏത് ഡ്രസ്സ് എടുക്കണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇൻസ്റ്റയിൽ ഒരു ഹാഫ് സാരിയുടെ റീൽ കണ്ടു ഇഷ്ടപ്പെട്ടു. അതും റെഫറൻസ് എടുത്ത് പോക്കിക്കൊണ്ട് പരാഗിലേക്ക് വിട്ടു. റീൽസിൽ കണ്ട് സെയിം കളർ ബ്ലൗസും ദുപ്പട്ടയാണ് കേട്ടോ കിട്ടിയത്. ബട്ട് സ്കേർട്ടിനൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ദേ നമ്മുടെ അശ്വതി നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ അഖിലേനെ വിളിച്ചു. ദേ ഈ വരണ മുതലാണ് കേട്ടോ അഖില. പാവം പെട്ടെന്ന് വന്നുകൊണ്ട് ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ പറ്റിയില്ല പറഞ്ഞപ്പോൾ നമ്മുടെ കരുണാമയ്യായ നമ്മുടെ അശ്വതി അവളുടെ കയ്യിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക് കൊടുത്തു. അത് ഇട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മൾ മൂന്ന് പേരും ഒരുമിച്ച് ഹയർ സെക്കൻഡറിയിലാണ് കേട്ടോ പഠിച്ചത്. അന്നൊന്നും അശ്വതിനായിട്ട് വലിയ ടച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ട ജസ്റ്റ് ചിരിക്കും സംസാരിക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിട്ടോ. അവൾക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അശ്വതി രാജ് എന്നാണ് ചാനലിൻ്റെ നെയിം. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ അവൾ കോയമ്പത്തൂർ ബി ഫാമിന് പഠിക്കുകയാണേ. അഖിലേനെ പറ്റി പറയുകയാണെങ്കിൽ അന്നും ഇന്നും ഒരു മാറ്റമില്ല. നമ്മൾ ഈ നിഷ്കു എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവൾ കേട്ടോ. ഞാനും അശ്വതിയും കൂടെ മാറി മാറി ഊക്കുമ്പോഴും അവളിരുന്ന് ചിരിക്കും. ഒരു പഞ്ചപാവാണ് കേട്ടോ അത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാ ഉടായ്പിനും മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്. ഇന്നിപ്പോൾ ശുഗുബരം ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുക. എന്താല്ലേ. പിന്നെ നമ്മൾ മൗസിൽ നിന്ന് 3 അവിൽ മിൽക്കൊക്കെ വാങ്ങിച്ചു. മെനു ഒക്കെ വെറുതെ നോക്കി ഷോറാക്കി. എന്തായാലും അവിൽ മിൽക്ക് വാങ്ങിക്കുമെന്ന് 3 പേർക്ക് അറിയാം. എന്നാലും ഇതൊക്കെ രസമല്ലേ. പിന്നെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിപ്പായി. ഒരു മിനിറ്റ് പോലും 3ൻ്റെയും വായടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. 6 വർഷം കഴിഞ്ഞ് 3 ഒരുമിച്ച് കാണുകയാണേ. കഥകൾ ഒത്തിരി ഉണ്ട് പറഞ്ഞു തീർക്കാൻ. പിന്നെ അതേ അവിൽ മിൽക്ക് വന്നു. സാധാരണ എനിക്ക് അവിൽ മിൽക്ക് ഇഷ്ടമില്ല. ബട്ട് കഴിഞ്ഞ വട്ടം അഖിലയുടെ കൂടെ വന്നപ്പോൾ എനിക്കിഷ്ടമായി. അതുകൊണ്ട് പിന്നെ വീണ്ടും വാങ്ങിച്ചത്. പിന്നെ ഈ കാണുന്നത് ഒരു റീൽ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ ആ അശ്വതി അതിന് നല്ല വിശക്കുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഈ റീൽ എടുക്കാൻ വേണ്ടി അതിന് കഴിക്കാനും സമ്മതിച്ചില്ല. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. പിന്നെ ഒരു റീൽ എടുക്കേണ്ട തത്രപ്പാടാണ് കേട്ടോ. ഏത് റീലായിരിക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ നേരെ യൂസ്റ്റീലേക്ക് കിട്ടു. അശ്വതിയുടെ ഒരൊറ്റ നിർബന്ധമായിരുന്നു കേട്ടോ അത്. അവളുടെ പൂക്കും അവപ്രോളൊക്കെ കണ്ടപ്പോൾ എനിക്ക് CD മൂസിലെ ബിന്ദു പണിക്കരാണ് കേട്ടോ ഓർമ്മ വന്നത്. ഒരുമാതിരി ഗ്രഹണി പിടിച്ച മക്കൾ ചക്കക്കൂട്ടാൻ കണ്ട അവസ്ഥയായിരുന്നു അശ്വതിക്ക്. ഒരുമാതിരി അവിടെ കിടന്നിട്ട് ഏതൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണ്ട എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായില്ല. അതാ അഖില എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ 2 ടോപ്പ്. എന്തിനാണോ എന്തോ. അഖില് നമുക്കൊരു സ്പോട്ട് കണ്ടെത്തി തന്നിട്ടുണ്ട്. ബാബാബാന്നാ ഇവൾ ഈ കോഴികളെ കൂട്ടിലൊക്കെ വിളിക്കണത് പോലെ വിളിച്ചു കൊണ്ടുപോകുന്നത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ് കേട്ടോ. അച്ഛാ ബിരിയാണി വന്നിട്ടുണ്ട് ഗൈസ്. 80 രൂപയുടെ ബിരിയാണി, ചട്ടി ബിരിയാണി, പ്ലേറ്റ് ബിരിയാണിയാണ് വന്നിട്ടുള്ളത്. ചട്ടി ബിരിയാണി എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, നന്ന അതിർത്താൻ അഖിലയാണ് പറഞ്ഞത്. ചട്ടിത്തല. ഇനി അഖില നല്ലൊരു കയറ്റും. അഖില ഡയറ്റിലാണ്, അതുകൊണ്ട് കുറച്ച് കഴിക്കുള്ളൂ, ബാക്കി ഞങ്ങൾക്ക് ഷെയർ ഇടാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ലേറ്റ് ആയിട്ട് 2 ചട്ടി ബിരിയാണി. അതെ. പിന്നെ ഞാൻ എന്റെ പ്ലേറ്റിലോട്ട് തട്ടട്ടെ ഗൈസ്. ബിരിയാണി ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. കാരണം ഈ മെറ്റീരിയൽസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമല്ലോ. അവർക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. 6 വർഷത്തിന് ശേഷം ഞങ്ങൾ 3 പേരും കണ്ടു, ഒരുപാട് സംസാരിച്ചു,
നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. ഇനി എന്നാണോ ഇതുപോലൊക്കെ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. നമ്മൾ സ്ഥിരമായിട്ട് അടിക്കാൻ കൊടുക്കുന്ന ചേച്ചിയാണ് കേട്ടോ, ഷീബേച്ചി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.